മഴമുകിലൊളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി കൊരലാരം കെട്ടി. മഴമുകിലൊളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി കൊരലാരം കെട്ടി. ഒഴുകിടുമാറ്റിൻ്റെ കൽപ്പടവിൽ ചാരി ഒരു കൊച്ചു സ്വപ്നത്തെ തഴുകിയിരുന്നു തഴുകിയിരുന്നു. മഴമുകിലൊളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി കൊരലാരം കെട്ടി. കാളിന്തി പെണ്ണപ്പോളോളക്കൈ നീട്ടി കേളിക്കായ് കാലിൽ പിടിച്ചോ വലിച്ചോ. കാളിന്തി പെണ്ണപ്പോളോളക്കൈ നീട്ടി കേളിക്കായ് കാലിൽ പിടിച്ചോ വലിച്ചോ. ആളില്ല നേരത്തൻ ഗോപാലകൃഷ്ണൻ നീല നീലാവത്തു നീന്താനിറങ്ങി നീന്താനിറങ്ങി. മഴമുകിലൊളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി കൊരലാരം കെട്ടി. കാളിയനപ്പോൾ കുതിച്ചു പാഞ്ഞെത്തി ബാലന സർപ്പത്തെ ഓലപ്പാമ്പാക്കി. കാളിയനപ്പോൾ കുതിച്ചു പാഞ്ഞെത്തി ബാലന സർപ്പത്തെ ഓലപ്പാമ്പാക്കി. 33 ദേവകളപ്പോൾ പുഷ്പങ്ങൾ കൊണ്ടൊരു പുതുമഴ പെയ്തു പുതുമഴ പെയ്തു. മഴമുകിലൊളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊരമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി കൊരലാരം കെട്ടി. മഴമുകിലൊളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി കൊരലാരം കെട്ടി. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധുമാളോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്താ പറയുന്നത്, ഒരു സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നത് നല്ല അടിപൊളി ഒരു സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നപ്പോൾ 4ാമത്തെ ദിവസമാണ്. എനിക്ക് ഒരു ദിവസം പോകാൻ പറ്റിയില്ല, നമ്മുടെ കണ്ണൻ്റെ അച്ഛൻ മരിച്ചു പോയതുകൊണ്ട്. അല്ലാണ്ട് ഇന്ന് 4ാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് ഞാൻ പോകുന്നത്. ഇനി നാളെ സൺഡേ ആയതുകൊണ്ട് നാളെ ഇല്ല. ഇതിപ്പോൾ എന്തായിരിക്കും ഈ വീഡിയോ വരുന്നത് അറിഞ്ഞില്ല, കുറേ ദിവസം കഴിഞ്ഞൊക്കെ ആയിരിക്കും വീഡിയോ വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ശനിയാഴ്ച 30-ാം തീയതിയാണ് കേട്ടോ. നവംബറില്ലേ? നവംബർ 30 ഇന്ന്. അപ്പോൾ നാളെ 1-ാം തീയതി, ഡിസംബർ 1. ദൈവമേ മതി. അപ്പോൾ നാളെ സൺഡേ ആയതുകൊണ്ട് എനിക്ക് പോകണ്ട. ഞാനുണ്ട്, ഇവിടുന്ന് ചേച്ചിമാരുണ്ട്, ആരെങ്കിലും ഒക്കെ മാറി മാറി കാണും കേട്ടോ. പക്ഷെ ഇന്ന് എൻ്റെ കൂടെ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ വണ്ടിയെ വെച്ച് ഫുള്ള് നമ്മുടെ ചേച്ചിമാരായിരുന്നു കേട്ടോ. നമ്മുടെ ഉപ്പുറയുള്ള ലീന ചേച്ചി, നമ്മുടെ തൊഴിലുറപ്പിലും പ്രാർത്ഥനയോടും ഉള്ള ലീന ചേച്ചി, അതുകൊണ്ട് തന്നെ ഉപ്പുതറയിലെ ജിമ്മ് നടത്തുന്ന കുഞ്ഞുങ്ങളുടെ അമ്മ ഇന്നൊരു ചേച്ചി എന്നൊക്കെ പറഞ്ഞ ആള് ജഗജ കില്ലാടിയാണെന്നൊക്കെ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഇതിലും ആളൊരു സൈലൻ്റായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ കുമാരിച്ചിയുടെ വീണ്ടും തൊട്ട് ഇന്നൊരു ചേച്ചിക്ക് താമസമുണ്ടെന്നേ. അപ്പോഴൊക്കെ ഒരു പാവം ഒരു കുടുംബിനി, വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കുന്നത്, അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഞൊടിയിടയിലാണല്ലോ
ബ്ലോക്ക് പ്രസിഡന്റ്, ബ്ലോക്ക് മെമ്പർ, പഞ്ചായത്ത് മെമ്പർ എന്ന് വേണ്ട സകല പദവികളിലും അങ്ങനെ ഉയർന്ന പദവികളിലൊക്കെ ഇരുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ ഇന്ദിര ചേച്ചി. ഒത്തിരി സന്തോഷവും ഒത്തിരി സ്നേഹവും ഒക്കെ ഉണ്ട്. പറയുകയാണെങ്കിൽ നമ്മുടെ അളിയൻ്റെ ഒരു പിന്നെ ചേട്ടനാണ്, അളിയൻ്റെ അനിയനായിരിക്കും കേട്ടോ. അനിയനാണോ അനിയനായിരിക്കും. അനിയൻ്റെ വൈഫും കൂടി ആയിട്ട് വരും കേട്ടോ, കസിനായിട്ട്. അപ്പോൾ ഇന്ദിര ചേച്ചി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഉപ്പറയുള്ള ഒരു മിനി ഉണ്ടായിരുന്നു. വറീസ് എന്നോട് പഠിച്ച കേട്ടോ, എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ വൈഫാണ് മിനി ഉണ്ടായിരുന്നു. അപ്പം മെസ്സേജ് ചെന്ന് കയറി കഴിഞ്ഞപ്പോഴേ പാലത്തിൻ്റെ അവിടുന്ന് ഇന്ദിര ചേച്ചിനെ പിന്നെ ലീന ചേച്ചിനെയും കിട്ടി. അത് കഴിഞ്ഞ് വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും നിറച്ച് കുറേ നമുക്കറിയാവുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ എവിടെ പോയാൽ എന്താ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർ കോട്ടയം വരെ പോകുമായിരുന്നു. അവർ വേറെ അവരുടെ എന്തോ ഒരു കമ്മിറ്റിയുടെ ഭാഗമായിട്ടൊരു കോട്ടയം വരെ പോകുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേന് ഇന്ദിര ചേച്ചി കുറേ ഇവിടുന്ന് ഭാഗമുണ്ടൊക്കെ ചെന്നപ്പോഴത്തേനും വേറെ ആൾക്കാർ കയറാൻ തുടങ്ങിയേ. അപ്പോൾ അവരോടൊക്കെ ഇന്ദിര ചേച്ചി എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ഇത് ഉപ്പുതറയുള്ളതാണ്, ഞങ്ങളുടെ ഒരു ചെറിയ സ്വന്തക്കാരിയാണ്, ഒരു ബ്ലോഗറാണ്, അടിപൊളി ബ്ലോഗറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദിര ചേച്ചി പരിചയപ്പെടുത്തുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ എന്നോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമല്ലോ പോകുന്ന വഴിക്കത്തേക്ക്. അപ്പോഴത്തേക്ക് ഞാൻ ഇന്ദിര ചേച്ചീനെയും എല്ലാവരും ഈ വീഡിയോയ്ക്ക് അത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പുതറക്കാരൊക്കെ എന്നാ പറയുന്നത്, എന്നെ എന്തുമാത്രം സ്നേഹത്തോടെയാണ് ഇതെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്ത് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുക. വണ്ടിയിലായതുകൊണ്ട് അവർ പറയുന്ന സംസാരങ്ങളും കാര്യങ്ങളും എടുക്കാൻ പറ്റത്തില്ലെന്നേ, അതല്ലേ ഇതല്ലേ അല്ലെ ഇന്ദിര ചേച്ചി പറയുന്ന തങ്കില് ഡയലോഗ് അല്ലേ, അങ്ങനല്ലേ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, അത് ഈ വണ്ടിയുടെ സൗണ്ട് കാരണം മിക്കവാറും അവിടെ വോയിസ് കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ പോയിട്ടൊക്കെ ഇപ്പോൾ തിരിച്ച് വന്ന് നിന്നിട്ടാണ് ഈ ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. അവരാരും ഇൻട്രോ എടുക്കാതെ പോയത്. അപ്പോൾ തിരിച്ചു വന്നിട്ട് വെള്ളം ചൂടാക്കാനായിട്ട് അടുപ്പേ വെച്ചപ്പോൾ ഞാൻ ഓർത്തന്ന ഷാളൊക്കെ ഊരിയതാണ്. അത് ഞാൻ ഓർത്തു അല്ലെങ്കിൽ ഇൻട്രോ കൂടെ എടുത്തേക്കാം, വീഡിയോയ്ക്ക് ഒരു വരണമെങ്കിൽ നമുക്ക് ഇൻട്രോ വേണമല്ലോ, അതല്ലേ അതിൻ്റെ ഒരു സുഖം. അപ്പോൾ ഇൻട്രോ കൂടെ ഒക്കെ എടുത്തേക്കാന്ന് വിചാരിച്ചോണ്ട് വന്നതാണ് കേട്ടോ. അപ്പം നേരെ നമുക്ക് പോയി വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ഉപ്പുതറക്കാരെ കുറച്ച് പേരെ ഇന്നത്തെ വീഡിയോയ്ക്കകത്തുണ്ട്, നിങ്ങളാരും പോയി മിസ് ചെയ്യണുണ്ടോ. അങ്ങനെ ഇന്നും കാലത്ത് തന്നെ നമ്മൾ യാത്ര തിരിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗി കാണാനായിട്ട്. ഇത് എവിടെയാണോ സ്ഥലം, എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് റോഡൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്തേക്കാന്ന്. കണ്ടോ ഒരു സ്കൂട്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് പെങ്കൊച്ചാണോ ഒന്നും തോന്നില്ലേ, ആണോ ജെൻസാണോ എന്നറിയത്തില്ല. എന്തായാലും കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി ഇവിടെയൊക്കെ നല്ല രസം. അപ്പം ഞാനങ്ങ് വീഡിയോ എടുത്താട്ടോ. അപ്പോൾ ഇന്ന് ബസ്സിലുണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട്സായ ചേച്ചിക്കുട്ടികളെല്ലാവരും ഉണ്ട്. അത് ആ ചേച്ചിക്കുട്ടികളുടെ കൂട്ടുകാരികൾ വാഗമണ്ണിയിൽ നിന്ന് കയറിയ ഒത്തിരി ചേച്ചിമാരുണ്ട്. പിന്നെ അങ്ങനെ വന്ന കുറേ വഴിയിൽ നിന്നൊക്കെ കയറിയ ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച്, അല്ലെങ്കിൽ ഞാൻ എന്നാ ചെയ്യുന്നതറിയോ, വണ്ടിയിൽ കയറി ഇച്ചിരുന്ന സമയം ഇരുന്ന് കഴിയുമ്പോഴത്തേനും ഞാൻ പതിയെ കണ്ണടച്ചു പിടിക്കും. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വളവും തിരിവും രാവിലത്തെ ഇതാകുമ്പോഴത്തേക്കും ഇത് ഈരാറ്റുപേട്ടയാണ് കേട്ടോ. ഈരാറ്റുപേട്ട ഇങ്ങനത്തെ ഒരു 2-3 പാലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, നമ്മുടെ അരിത്രപ്പള്ളിയുടെയൊക്കെ ആ ഒരു ഏരിയ ആണിത്. ഈരാറ്റുപേട്ട എന്ന് പറയുമ്പം പിന്നെ കൂടുതലും അവിടെ ആൾക്കാർ നമ്മുടെ മുസ്ലിംസാണ് കേട്ടോ, ഇഷ്ടം പോലെ. ഇപ്പം ഞാൻ പോകുന്ന ആ ഒരു സെൻട്രലുണ്ടല്ലോ, ആ സ്ഥലത്ത് വരുന്നത് ഇവിടുന്നാണ്, ഈരാറ്റുപേട്ടയിൽ നിന്നാണ് ഒത്തിരി ആൾക്കാർ. അപ്പോൾ എല്ലാവരും പർദ്ദ ഇട്ടിട്ടാണ് വരുന്നത്, കറുത്ത ബ്ലാക്കിലേ. കണ്ടോ അടുത്ത പാലം കണ്ടോ. അപ്പം എനിക്കാണ് ഈ സാധാ കോട്ടൻ്റെ ചുരിദാർ ഇട്ട് പോലും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, ചൂടേ പൊഞ്ഞു മരിക്കാൻ തുടങ്ങും. അപ്പം ഞാൻ ഓർക്കും ദൈവമേ ഈ ചേച്ചിമാർക്കൊന്നും പോയുന്നില്ലേ, ചൂടെടുക്കുന്നില്ല കേട്ടോ. പക്ഷെ എല്ലാവരും നല്ല സ്നേഹമാട്ടോ, എല്ലാവരും കാണുന്നത് സംസാരിച്ച് മിണ്ടി നല്ല ഇതാണ് കണ്ടോ. പൂക്കളൊക്കെ നോക്കി നല്ല രസമില്ലേ ആ ബിൽഡിങ്ങിൻ്റെ അവിടെ, ആ കെട്ടിടത്തിൻ്റെ പഴയ കെട്ടിടങ്ങളാണെന്ന് തോന്നുന്നു, പക്ഷെ നല്ല ഭംഗി കാണാനായിട്ട്. അപ്പം ഞാൻ ഓർത്തു എന്നാൽ അവിടെ എടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഈ ഏരിയയിലൊക്കെ ഉള്ളവരാണ് ഇപ്പം ഞാൻ പോകുന്ന സ്ഥലത്ത് കൂടുതലും ഉള്ളത്. കാരണം എളുപ്പമൊന്ന് വരാനായിട്ട് പറ്റുമല്ലോ അവർക്കൊക്കെ, ഒത്തിരി യാത്രയില്ലല്ലോ നമുക്ക്. പക്ഷേ യാത്രയാണ്, അതാണ് ഒരു പ്രശ്നം കേട്ടോ, മടുപ്പാവും. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പോകാനായിട്ട് തോന്നും, ഭയങ്കര ഒരു ഇഷ്ടം തോന്നും. നമുക്ക് ശരീരത്തിനായാലും മനസ്സിനാണേലും ഒക്കെ സുഖം കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇതിപ്പം സ്ഥലം എവിടെയാണോ എൻ്റെ ദൈവമേ, ഇങ്ങനെ സ്ഥലം ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു തരാനായിട്ട് അറിയത്തില്ല. കാരണം
കുഞ്ഞു കുഞ്ഞു ബോളൊക്കെ അല്ലേ വായിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അത് ഇത് ഈരാറ്റുപേട്ട തന്നെയാണ് കേട്ടോ. ഇതുണ്ട് ഈരാറ്റുപേട്ടയിലെ മോസ്കാണ് കേട്ടോ. കണ്ടോ നല്ല ഐശ്വര്യമില്ലേ കാണാനായിട്ട്, നല്ല ഭംഗിയില്ലേ. നമുക്ക് പള്ളിയും അമ്പലങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു കുളിർമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കിങ്ങിണിമോളെ കൊണ്ട് കുഞ്ഞിലെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ, അമ്പലം കണ്ടാലും പള്ളി കണ്ടാലും മോസ്ക് കണ്ടാലും എല്ലാം അവൾ കുമ്പിടുമായിരുന്നു. ഇങ്ങനെ കൈ വെച്ച് കൂപ്പിയിട്ട് തമ്പച്ച പറയാൻ സംസാരിക്കാൻ അറിയുന്നതിന് മുമ്പ് മുതലേ അവൾ അങ്ങനെ കുമ്പിടുമായിരുന്നു കേട്ടോ. എൻ്റെ ദൈവമേ. അപ്പം പുറത്തൊക്കെ ഉള്ളവരൊക്കെ എപ്പോഴും പറയും ട്രാവലർ വീഡിയോ ഒക്കെ ഇട്ട് സിന്ധുമേ ഞങ്ങൾക്ക് പച്ചപ്പൊക്കെ കാണാനായിട്ടും ഞങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ വഴികൾ കാണാനായിട്ടും കുണ്ടും കുഴിയും നിറഞ്ഞ വഴികൾ കാണാനും ഒക്കെ ഇഷ്ടമാണ് സിന്ധുമ്മ ഈ വീഡിയോ ഇടണേ, അങ്ങനത്തെ വീഡിയോ ഇടണേന്ന്. അപ്പോൾ ഇതാരാന്നറിയാം, ഇതാണ് നമ്മുടെ ഇന്ദരി ചേച്ചി കേട്ടോ. ഇന്ദരി ചേച്ചിയുടെ ഫ്രണ്ട്. ആ ചേച്ചി കട്ടപ്പനയുള്ളതാണ്, അപ്പുറത്ത് ഇരിക്കുന്നത്. ഇത് ചുമല സെറ്റർ ഇട്ടിട്ടുകൊണ്ടിരിക്കുന്നത് മിനിയാണ്, എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ വൈഫാണ് കേട്ടോ. അപ്പം ഇത് നമ്മുടെ ലീന ചേച്ചിയുടെ ഫ്രണ്ടാണ് അടുത്തിരിക്കുന്നത്. എല്ലാവരും പിന്നെ എന്നാ പറയുന്നത് ഭയങ്കര സന്തോഷമായി കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പം ഇന്ദരി ചേച്ചി പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കുമായിരുന്നു. ഇന്ദരി ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറിൻ്റെ കുഞ്ഞമ്മ കൂടിയാണ് കേട്ടോ. അവളുടെ പേര് ഞാൻ പറയുന്നില്ല, അപ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ വന്ന് നമ്മൾ നിൽക്കുന്നത് ഈരാറ്റുപേട്ട ബസ് സ്റ്റാൻഡിലാണ്. സ്റ്റാൻഡിൽ ഒരു കാക്കയുണ്ട് കേട്ടോ. കാക്കാന്ന് പുള്ളി തന്നെ ആളെ സംബോധന ചെയ്യുന്നത് കാക്കാന്നാണ് കേട്ടോ. കാക്ക വന്ന് മക്കളെ മേടിക്കും, മക്കളെ അത് മേടിക്കും ഇത് മേടിക്കും, പാൽക്കായും ഇഞ്ചി മുട്ടായി, പിന്നെ ഗ്യാസിനുള്ള ഗുളിക, പിന്നെ കുഞ്ഞുങ്ങളെ ഉറക്കാനും തണുപ്പിക്കാനുമുള്ള ഫാന്, കളിപ്പിക്കാനുള്ള ഫാന് എന്ന് പറഞ്ഞ് നല്ല ഇതാണ് കേട്ടോ. അപ്പം ലീന ചേച്ചി എന്നോട് പറയുന്നത് അത്രയും പ്രായമായെങ്കിലും ആ മനുഷ്യന് ജീവിക്കാനുള്ള ഒരു മനസ്സ്. മക്കളൊക്കെ ഉണ്ട്, പുള്ളിയുടെ മക്കളൊക്കെ എന്നാണ്ട് പുറത്തൊക്കെയാ മക്കൾ കൊണ്ട് കൊടുത്തതാണ്. ഇതുണ്ടോ ഇന്ദരി ചേച്ചിയുടെ ഇരിക്കുന്നത് സ്പ്രേ ആണ് കേട്ടോ. ഇങ്ങനെ അത് മൊത്തം ദുബായിൽ നിന്ന് മകൻ വന്നിട്ടുണ്ടായിരുന്നു, ബാപ്പ വിറ്റോ ബാപ്പ എന്ന് പറഞ്ഞ് കൊണ്ട് തന്നതാണ് ഒക്കെ ആൾ പറയുന്നുണ്ട് കേട്ടോ. നല്ല രസികനാണ്. രസികൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിച്ച് മണ്ണ്. അപ്പം പുള്ളിയുടെ സംസാരം നമുക്കൊരു കച്ചവടത്തിനൊക്കെ ആകുമ്പോഴും നല്ല സാമർഥ്യം വേണമല്ലോ. നല്ല ഇതാണ് കേട്ടോ. ആ മനുഷ്യനോട് ഒരു ഇഷ്ടം തോന്നും. അപ്പോൾ പാൽക്കായോ ഇഞ്ചി മുട്ടായി നമുക്ക് ഗ്യാസൊക്കെ കയറാതിരിക്കും അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഇന്ദരി ചേച്ചി പറയുന്നത് നമ്മളെല്ലാവരോടും ഏതായാലും സിന്ധു 150 രൂപയുടെ നമ്മൾ മേടിച്ചില്ലേ, കുഞ്ഞു സാധനങ്ങളാണ്, വലിയ 10-50 രൂപയുടെയൊക്കെ വിലയുടെയൊക്കെ സാധനങ്ങളാണ് പുള്ളിയുടെ കയ്യിലുള്ളത് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ എല്ലാണ്ടൊക്കെ മേടിച്ചു, ഇഞ്ചി മുട്ടായിയോ കാര്യങ്ങളൊക്കെ മേടിച്ചു. എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഈ കാറ്റടിച്ചിട്ടാണെന്ന് തോന്നുന്നത് കണ്ടോ. കാക്കായെ കാണാൻ നല്ല സുന്ദരനാണ്. താടിയൊക്കെ കണ്ടോ, നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ താടി മാതിരിയുണ്ട്. അപ്പോൾ പിന്നെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചൊക്കെ കൊടുത്തു, ബാക്കിയൊക്കെ തിരിച്ചൊക്കെ കൊടുത്തു. ആ ഒരു ചേച്ചി അവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അവരെ കാണാൻ പറ്റുന്നില്ല, എന്നല്ലേ ഇന്ദരി ചേച്ചിനെയും ഒക്കെ. അപ്പോൾ ഇവരൊക്കെ സ്കാർപ്പൊക്കെ കെട്ടി തണുപ്പൊക്കെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മൂടി പുതച്ചാണ് കേട്ടോ. ഇന്നലെ ഞാൻ സെറ്റർ ഇട്ടുകൊണ്ട് പോയി, ഇന്ന് ഞാൻ സെറ്ററൊന്നും ഇട്ടില്ല. കാരണം ബാഗിനകത്ത് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചൂടല്ലേ, അപ്പോൾ ഇങ്ങനെ ബാഗിനകത്ത് വീർപ്പിച്ച് കുത്തിക്കയറ്റി വെക്കാനായിട്ടൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് സെറ്റർ ഇട്ടുകൊണ്ട് പോയില്ല. അവരൊക്കെ അത്യാവശ്യം ഷാള് പൊതിഞ്ഞിരിക്കുന്നുണ്ട്, അത് 2 ചേച്ചിമാർ അങ്ങനെ. അപ്പോൾ അവരുണ്ടായിരുന്നുകൊണ്ടുണ്ടല്ലോ ഇന്ന് ഞാൻ വണ്ടിയെ കയറിയിട്ട് ഉറങ്ങിയിട്ടില്ല. അവിടെ വന്ന് ഇവിടെ വരെ ഇങ്ങനെ സംസാരിച്ച് വർത്താനമൊക്കെ പറഞ്ഞിരുന്നുകൊണ്ട്. അപ്പോൾ ലീന ചേച്ചി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അമ്മ വരുമ്പോൾ കൊച്ചു വരുമ്പം ഹെയർ ഓയിൽ കൊണ്ടുവരാൻ പറയണം കേട്ടോടി വെച്ചേ. ഞാൻ തൃശ്ശൂരിൽ നിന്നുള്ളൊരു എണ്ണയായിരുന്നു തേച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ ഇപ്പോൾ അവരത് നിർത്തിപ്പോയി. അതുകൊണ്ട് കൊച്ചു വരുമ്പം കൊച്ചിനോട് എണ്ണ കൊണ്ടുവരാൻ പറയണമെന്നൊക്കെ ലീന ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വർത്താനം എല്ലാം പറഞ്ഞ് കൊച്ചു തമാശകളും കാര്യങ്ങളും പൊട്ടിച്ചിരികളും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു കേട്ടോ. ഞാനൊരു കാര്യം പറയുവാണ് നിങ്ങളോട് എല്ലാവരോടും ഞാൻ ആദ്യം തന്നെ സോറി പറയാണ് കേട്ടോ. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തൊഴിലുറപ്പിന് പോകാൻ തുടങ്ങിയപ്പോൾ മുതലേ യൂട്യൂബിൻ്റെ ഫോൺ എങ്ങനെ ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ തന്നെ പിന്നെ ഇപ്പം നമ്മളൊരു 3-4 ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു യാത്രകളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഈ പറഞ്ഞ കണക്ക് രാവിലെ പോകും, ചിലപ്പം വൈകിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്, ചിലപ്പം നേരത്തെ വരും, ചിലപ്പം ലേറ്റ് ആവും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് വാട്സപ്പ് പോലും നോക്കാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ വാട്സപ്പ് ഒന്ന് എടുത്ത് നോക്കിയപ്പോഴത്തേനും ഉണ്ടല്ലോ 25-ാം തീയതി സിന്ധുമേ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യണേ, ത്രിലോഹ് കൂട്ടൻ എന്നാണ്, ത്രിലോഹ് അങ്ങനെയാണെന്ന് തോന്നുന്നു. ദൈവമേ തെറ്റിപ്പോയിട്ടുണ്ടെന്ന് നീ എന്നോട് ക്ഷമിച്ചില്ല കേട്ടോ. ഒരു മോള് നമ്മുടെ ഫാമിലി മെമ്പർ തന്നെയാണ്, നമ്മളെ എപ്പോഴും മെസ്സേജ് ഇടുകയൊക്കെ ചെയ്യുന്നൊരു മോളാണ് കേട്ടോ ഫോണിൽ. അപ്പം ആ മോളുടെ ചക്കര വാവയ്ക്ക് വേണ്ടി എല്ലാവരും ഒന്ന് വിഷ് ചെയ്തരും കേട്ടോ. കഴിഞ്ഞു പോയി 25-ാം തീയതി ആയിരുന്നെന്ന് പറഞ്ഞു, സോറി ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് വിഷ് ചെയ്തേക്കണം കേട്ടോ. ഇപ്പം കണ്ടപ്പോഴേ ഞാൻ അന്നേരം തന്നെ ഇവിടെ തന്നെ നിന്ന് പെട്ടെന്ന് വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ടാലേ ഞാൻ മറന്നു പോകും. അപ്പം ചക്കരയുമ്മ നല്ലൊരു പൊന്നുമോനായിട്ട് വളരട്ടെ എന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കാം കേട്ടോ. ഉണ്ടല്ലോ ഞാൻ വന്ന് ഒന്ന് ഫ്രഷായി കിച്ചണിലോട്ട് കയറ്റുണ്ട് കേട്ടോ. പെണ്ണുങ്ങളാണെങ്കിൽ നമുക്ക് അകത്തട്ട് അല്ലേ
എന്നാ പറയുന്നതിന് സ്ത്രീകളുടെ ഏറ്റവും വീട്ടിലെ ഏറ്റവും സമയം ചെലവിടുന്നതും ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതൊക്കെ സ്ഥലം ഏതാ? കിച്ചണല്ലേ. അപ്പോൾ ഞാനും കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. ഞാൻ ഇന്ന് വന്ന വഴിക്ക് ചേട്ടാ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് പറഞ്ഞേടി നീ കടയിൽ കൂടെ ഇറങ്ങാവോ, സിലിണ്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസേ, പിന്നെ കൊറിയർ വന്നിരിപ്പുണ്ട്. അത് ചേട്ടായി എന്തോ സാധനം വരുത്തിയതാ കേട്ടോ, ഇന്നർ വെയർ ഇറങ്ങണ്ട. അത് പിന്നെ നിങ്ങൾ കൊറിയർ കാണിച്ചില്ലോ എന്നൊന്നും പറയണ്ട. ചേട്ടായിക്ക് എന്തോ ഇന്നർ വെയർ വാങ്ങിച്ചേക്കുന്നതാണ്. ബനിയനാണെന്ന് എനിക്ക് തോന്നുന്നു, കൈയില്ലാത്ത വെള്ള ബനിയനെല്ലാം കഴിഞ്ഞിരിക്കുമായിരുന്നു, അതൊക്കെ ഉണ്ടാകുന്നു തോന്നുന്നു. അപ്പം പിന്നെ അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് അങ്ങ് നടക്കാതെ പോകാമല്ലോ, എന്നാൽ നീ ഇവിടെ ഇറങ്ങി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കടയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം കപ്പ തന്നു വിട്ടു, കപ്പയും പാലും തന്നു വിട്ടു. ഇന്നലെ ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും ആൾക്ക് കടയില്ലായിരുന്നു, രാജേട്ടൻ മരിച്ചുകൊണ്ട്. അപ്പം ആൾ എന്നാ ചെയ്തു, അവിടെ പോയി കുറേ സമയം അവിടെയൊക്കെ ഹെൽപ്പൊക്കെ ചെയ്ത് എന്തൊക്കെയോ ചെയ്തിട്ട് എനിക്ക് അറിയത്തില്ല എന്നാ ചെയ്തതെന്നും. അവിടെയൊക്കെ പോയിട്ട് വന്ന വഴിക്ക് ബീഫ് മേടിച്ചുകൊണ്ട് വന്ന് വേവിച്ച് വെച്ചു. അതുകൊണ്ട് തന്നെ എന്നാ പറയുന്നത്, എനിക്ക് കുളിക്കാനായിട്ട് വെള്ളം ഞാൻ വൈകുന്നേരം ആവുമല്ലോ വരുമ്പോൾ, അപ്പോൾ കുളിക്കാനായിട്ട് വെള്ളവും തീ പിടിപ്പിച്ച് അടുപ്പേ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം എനിക്ക് പാവം തോന്നി കണ്ടപ്പോഴേ. കുറേ ദിവസമായിട്ട് ഞാൻ ഒരു പ്രോഗ്രാമിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അപ്പം അവിടെ ഓരോ ദിവസവും ഒത്തിരി കഥകൾ, ഒത്തിരി അനുഭവങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ കേൾക്കാനായിട്ട്. ഓരോരുത്തരും മൈക്കിലൂടെ പറയും. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ ഒരു സാറുണ്ട്, നമ്മുടെ ചങ്കായ ഒരു സാറുണ്ട് കേട്ടോ. ആ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ മിക്കവാറും എല്ലായിടത്തും ഭാര്യമാരായിരിക്കും ഈ പരിചരണങ്ങളെല്ലാം. ഭർത്താക്കന്മാർ തന്നെ അങ്ങനൊന്നും വലിയ പരിചരണമില്ല. എന്നാന്ന് വെച്ചാൽ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പം തുടങ്ങി കുഞ്ഞിനാവതില്ലല്ലോ. കുഞ്ഞെന്തെങ്കിലും അറിഞ്ഞുകൊണ്ടാണോ, നമ്മളൊക്കെ ഭൂമിയിലോട്ടുണ്ടായപ്പോൾ എന്തെങ്കിലും അറിയാമോ? ഒന്നും അറിയത്തില്ല. അപ്പം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആരാ? അമ്മയാണ് അല്ലേ. കൂടുതലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന അമ്മയല്ലേ. അപ്പം അന്ന് മുതൽ ഈ ആവതില്ലാത്തവരെ നോക്കി അമ്മമാർക്ക് നല്ല ശീലം. അതുകൊണ്ട് നമുക്ക് ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും വന്നാലും അവർ നമ്മളെ താങ്ങിക്കോളും. പക്ഷെ അവർക്ക് എന്തെങ്കിലും വന്നാൽ നമ്മൾ താങ്ങുമോ എന്ന് ചോദിച്ചപ്പോൾ അന്നേരം ഞാൻ മനസ്സിൽ അവിടെ ഇരുന്ന് പറഞ്ഞു, എൻ്റെ ചേട്ടായി താങ്ങും ഉറപ്പാട്ടോ. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടായി ഉണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്നെ അതേപോലെ സഹായിക്കുകയും ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കടയിലൊക്കെ പോകണമെന്നിപ്പോൾ ആളും കൂടെ രാവിലെ എണീറ്റ് പിന്നെ അമ്മയും വലിയേച്ചി ഉള്ളതിപ്പോൾ അവരുണ്ടല്ലോ. അല്ലാതെ അമ്മയും വലിയേച്ചിട്ട് അവരൊക്കെ ഇങ്ങുമാറുമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടായി എൻ്റെ ഒപ്പം തന്നെ എണീറ്റ് വന്ന് ഞാൻ എന്നാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് ചേട്ടായും ചെയ്തു തരുമായിരുന്നു. അങ്ങനെ ഞാൻ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള അങ്ങനെ ചെയ്തു തരുമായിരുന്നു. തേങ്ങ ചണ്ടി തരുമോ, ഉള്ളി കുളിച്ച് തരുമോ, വെളുത്തുള്ളി കുളിച്ച് അങ്ങനെയൊക്കെ ചെയ്തു തരുമായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പം ഞാനവിടെ അന്നേരം ആ സാറ് വന്നപ്പോൾ ഓർത്തു, എൻ്റെ കിട്ടിയാണ് എനിക്ക് സഹായം ചെയ്തു. എന്നിട്ട് ഞാനത് വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരുന്ന് അവരൊരു പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ഒരു പറയരുതല്ലോ എന്ന് എഴുതി. പക്ഷേ ഇവിടെ വന്നപ്പോൾ ചേട്ടായി ബീഫ് മേടിച്ച് വേവിച്ചു, കറിയാക്കിയിട്ടില്ല, വേവിച്ച് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ചൂടാക്കാൻ പറ്റിയിരുന്നു. ഇന്ന് വന്നപ്പോൾ അവൾ കടയിൽ പോയി, അതുകൊണ്ട് വെള്ളമൊക്കെ ചൂടാക്കി ദേഹമൊക്കെ ഒന്ന് കഴുകി എന്നിട്ട് കപ്പ തന്നു വിട്ടിട്ടുണ്ട്. അതായത് വേവിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പം ചേട്ടായി വരുമ്പോഴത്തേനും നമ്മളെല്ലാം ചെയ്ത് റെഡിയാക്കി വെക്കണ്ടേ. പിന്നെ ഇച്ചിരി സാമ്പാറും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. ചോറുണ്ട്, ബീഫുണ്ടല്ലോ. അപ്പം പച്ചക്കറി എല്ലാം ഇരുന്നിട്ടേ ഞാൻ ഈ എന്നാ പറയുന്നത് പോക്ക് കാരണം അങ്ങനെ പകൽ കറി ഉണ്ടാക്കാത്തത് കൊണ്ടല്ലേ അവിയലൊക്കെ വെച്ച് ഞാനങ്ങ് ശരിക്ക് തട്ടുന്നത്. അതുകൊണ്ട് പച്ചക്കറി ഇരിക്കും, അത് അല്ല ചീഞ്ഞു പോകും. അതുകൊണ്ട് ഒരു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് നാളെ രാവിലെയൊക്കെ എന്തെങ്കിലും ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ട് പോകണമെങ്കിൽ സാമ്പാർ കൂട്ടി കഴിച്ചിട്ടും പോകാമല്ലോ. ഐഡിയയാണ്, എല്ലാം ബുദ്ധിപരമായിട്ട് നമ്മൾ ചെയ്യണം. എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ ബുദ്ധിപരമായിട്ട് ചെയ്തില്ല പിന്നെ നമ്മൾ ദുഃഖിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ എന്തായാലും സാമ്പാർ വെക്കട്ടെ. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇന്ന് അവിടെ പറഞ്ഞൊരു കഥ ഞാൻ പറയട്ടെ. കഥ സാർ പറഞ്ഞ കാര്യം കേട്ടോ. കഥയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇന്നവിടെ കേട്ട കാര്യമാണ്. നല്ല എനിക്ക് ഒത്തിരി ഒരിത് തോന്നി കേട്ടോ. ഒരിടത്ത് ഒരു അച്ഛനും മകനും ഉണ്ടായിരുന്നു. എന്നും ഞാൻ അമ്മയുടെ കഥയല്ലേ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇന്ന് അച്ഛൻ്റെ കഥ പറയാം. അപ്പോൾ ഒരച്ഛനും മകനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുഞ്ഞുണ്ടായപ്പോൾ തന്നെ അതിൻ്റെ അമ്മ പ്രസവത്തോടുകൂടി മരിച്ചുപോയി. ഒരു ഗർഭിണിയായപ്പോൾ തുടങ്ങി ആ അമ്മ ഒരു രോഗിയായി. അത് കഴിഞ്ഞ് ഏതായാലും ഈ കുഞ്ഞിനെ ആ അപ്പനെ സമ്മാനിച്ചിട്ട് ആ അമ്മ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. അപ്പം ആ അമ്മയെ കുഞ്ഞുണ്ടായപ്പം തുടങ്ങി പ്രഗ്നൻ്റ് ആയപ്പം തുടങ്ങി ഈ അച്ഛൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇവനെ ഒന്നും പറ്റാണ്ട് സംരക്ഷിച്ച് എടുക്കണമെന്ന് കരുതി ആ അമ്മേനെ അതേപോലൊക്കെ കെയർ ചെയ്തിട്ടാണ് ഇവനെ കുഞ്ഞിനെ കിട്ടിയത്. അത് കഴിഞ്ഞ്
അമ്മ മരിച്ചു പോയി ഇപ്പം ഇച്ചിരി ഇല്ലാത്ത കുഞ്ഞല്ലേ, പാല് കൊടുക്കണ്ടേ, എന്നാ ചെയ്യും? ആ ആ സങ്കടപ്പെട്ടുള്ള കരച്ചിലൊക്കെ കേൾക്കുമ്പോഴത്തേനും അച്ഛൻ്റെ ചങ്കു വിങ്ങുക. ആരുമില്ല അച്ഛനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, ആരുമില്ല അപ്പനെ. അപ്പോൾ ഈ അപ്പൻ എന്നാ ചെയ്തു, പാലൊക്കെ മേടിച്ച്, ഇന്നാണ് ഈ ലാക്ടോജനും ഇതൊക്കെ ഉള്ളതെന്ന് സാറിൻ്റെ പറച്ചിൽ കോമഡി കൂടെയാണ് കേട്ടോ, നല്ല രസം. ഇന്നിപ്പോൾ എന്നാ എല്ലാ പിള്ളേർക്കും അതും ഇതുമൊക്കെ കിട്ടും, പക്ഷെ നേരത്തെ ഒന്നും അങ്ങനെ അല്ലായിരുന്നു. എന്നിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് വാട്ടവെള്ളം, അത് ഇവർക്ക് വീടൊന്നും ഇല്ല, കടത്തിണ്ണയിലായിരുന്നു കിടക്കുന്നത്. ഈ അമ്മേനെ ചികിത്സിക്കാൻ ഒരു കുഞ്ഞു വീടുണ്ടായിരുന്നു, അത് ഈ അമ്മേനെ ചികിത്സിക്കാനായിട്ട് വിട്ടിട്ട് ഇവർക്ക് വീടും ഇല്ലെന്നായി. എന്നിട്ട് ഈ മനുഷ്യൻ എന്നാ ചെയ്യും, കുപ്പിക്കകത്ത് പിന്നെ കടകളിൽ നിന്ന് വെള്ളം മേടിച്ച്, ഈ വാട്ടവെള്ളം മേടിച്ച് ഈ കൊച്ചിന് കൊടുക്കുന്നത്, അത് നല്ലതായിട്ട് തിളപ്പിച്ചാണോ എന്ന് പോലും അറിയത്തില്ല. എന്നിട്ട് അങ്ങനെ വളർത്തി 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 അവൻ വലുതായി മിടുക്കം കുഞ്ഞായിട്ട് വളർന്നു വന്നു. പിന്നെ ഈ അപ്പനും മകനോട് എന്നാ ചെയ്യുന്നറിയോ, പിന്നെ രാവിലെ മുതൽ അപ്പൻ ഏതെങ്കിലും ചായക്കടകളിൽ വെള്ളം കോരിയോ അല്ലെ പാത്രം കഴുകുകയോ ഒക്കെ ചെയ്യും. കുഞ്ഞിനെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കില്ല, കുഞ്ഞിനെ അടുത്തുകൊണ്ട് നിർത്തിയിട്ട് ചെയ്യും. അത് കഴിഞ്ഞ് കുഞ്ഞ് നേഴ്സറിലൊക്കെ വിടാറായപ്പോഴത്തേക്കും നേഴ്സറി വിടാൻ തുടങ്ങി. നേഴ്സറി വിടാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ ഇച്ചിരി ശനിയാഴ്ച ഞായറാഴ്ച പഠിത്തമില്ല, പിന്നെ ഇച്ചിരിയൊക്കെ തല മുങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് ഇവനെ കൊണ്ട് കടയിൽ ചെല്ലുമ്പോൾ ഇവനൊരു നാണക്കേടായി. അച്ഛൻ ഈ പാത്രം കഴുകുന്നതും ഇതൊക്കെ കാണുമ്പോഴൊക്കെ നാണക്കേട് പോലെയാണ്. എന്നിട്ട് ഇവനെ ഒരു ദിവസം കടയുടെ പുറകിൽ ഇങ്ങനെ പമ്മി മാറി തന്നെ നിൽക്കുക. അപ്പോഴത്തേക്കും ഒരു വലിയൊരു മനുഷ്യൻ ഒരു കാർ കൊണ്ട് നിർത്തിയിട്ട് അവിടെ ഫുഡ് കഴിക്കാനായിട്ട് വന്നപ്പോഴത്തേനും ഈ മനുഷ്യൻ നോക്കിയപ്പോൾ ഈ കൊച്ചിങ്ങനെ മൂലെ മാറി തന്നെ നിൽക്കുക. അപ്പോഴത്തേക്കും ഈ മനുഷ്യൻ ചെന്നിട്ട് ചോദിച്ചു, മോൻ എന്നെ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, എനിക്ക് ആരുമില്ല, എൻ്റെ അമ്മ മരിച്ചുപോയി, എൻ്റെ അച്ഛനും മരിച്ചുപോയി. അച്ഛൻ അപ്പോൾ കടയില ആ കടയ്ക്കകത്തുണ്ട്, എൻ്റെ അച്ഛനും മരിച്ചുപോയി, എനിക്ക് ആരുമില്ല, ഞാൻ അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നു. അപ്പോൾ ആ പുള്ളിക്ക് സങ്കടം തോന്നി. ആ മനുഷ്യന് ഒരു മകൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ആ മനുഷ്യന് വിഷമം തോന്നിയിട്ട്, എനിക്കൊരു മകനില്ലല്ലോ, എന്നാൽ ഈ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയി സംരക്ഷിച്ച് വളർത്തിയേക്കാം അതുകൊണ്ട് കടയിൽ കയറി ചെന്നിട്ട് കടക്കാരനോട് ചോദിച്ചു, ഈ കുട്ടീനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഇവൻ പറഞ്ഞു, അവൻ്റെ അച്ഛനും ഇല്ല അമ്മയും ഇല്ലെന്ന് പറഞ്ഞു, ഞാനെന്നാൽ ഈ കുട്ടീനെ കൊണ്ടുപോകാൻ വിട്ടെന്നുണ്ട്. എന്നാൽ അതിന് ആ കടയിലെ മനുഷ്യൻ പറഞ്ഞു, ഇവന് അച്ഛനില്ലെന്ന് ആരാ പറഞ്ഞു? ഇവിടുത്തെ പണിക്കാരനാണ് ഈ ഇത് അച്ഛനും ഇല്ലെന്ന് കടയുടെ ഓണറോട് പറയുന്നത് ഇവൻ്റെ അച്ഛൻ കഥകിൻ്റെ മറയിൽ പുറകിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മുഷിഞ്ഞ വേഷവും കോലമൊക്കെ കൊണ്ടായിരിക്കും ഇവന് എന്നെ അച്ഛനായിട്ട് ഇഷ്ടമില്ലാത്തത് എന്ന് പുള്ളി വിചാരിച്ചു. എന്നിട്ട് ഈ പുള്ളി എന്നെ ചെയ്തു, പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഒറ്റ നടത്തം വെച്ചു കൊടുത്തു, വേറൊരു ഇച്ചിരി ദൂരെ ഒരു സ്ഥലത്തോട്ട് മാറിപ്പോയി. എന്നിട്ട് ഈ ചായക്കടയുടെ ഓണർ ഈ മനുഷ്യനെ തപ്പിയിട്ടും വിളിച്ചിട്ട് ഒന്നും കാണുന്നില്ല. അപ്പോഴത്തേക്കും കൊച്ചു പറഞ്ഞു, എൻ്റെ അച്ഛനില്ല, ഈ ചേട്ടൻ ചുമ്മാ പറഞ്ഞ എൻ്റെ അച്ഛനില്ല, എനിക്ക് അച്ഛനില്ലാത്ത എന്നെ ഈ ചേട്ടൻ കൊണ്ടുപോട്ടെ, ഞാൻ ഈ ചേട്ടൻ കൂടെ പോയി താമസിച്ചോളാന്ന് പറഞ്ഞു ചെറുക്കൻ. അപ്പോഴത്തേക്കും എന്നിട്ട് ഈ മനുഷ്യൻ വേറെ നിറച്ച് ഫുഡൊക്കെ മേടിച്ച് കൊടുത്തിട്ട് ഈ ചെറുക്കനെ കൂട്ടി കാറ കയറ്റി അങ്ങ് പോയി. കാറ കയറ്റിപ്പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഈ ശരിക്കുള്ള കുഞ്ഞിൻ്റെ ഇവൻ്റെ അപ്പം വന്നു. അപ്പം വന്നു കഴിഞ്ഞപ്പോൾ ഈ ചായക്കടയിലെ മുതലാളി ചോദിച്ചു, നീ എവിടെ പോയിക്കുമായിരുന്നു? നിൻ്റെ കൊച്ചിനെ കൊണ്ട് ഒരു മുതലാളി പോയി. അവൻ പറഞ്ഞു, അപ്പനും ഇല്ല അമ്മയും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ മുതലാളിക്ക് സിമ്പതി തോന്നി കൊണ്ടുപോയി. എന്നാലും കാശുള്ളവനാ, നല്ലപോലെ നോക്കുകയൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഈ മനുഷ്യൻ തന്ത കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ കേട്ടു, അവൻ എന്നെ അച്ഛനായിട്ട് എൻ്റെ ഈ മുഷിഞ്ഞ കോലും പിന്നെ ഇവിടെ വന്ന് ഈ പണി ചെയ്യുന്നതൊക്കെ അവൻ കുറേ ദിവസങ്ങളായിട്ട് പറയുന്നുണ്ട്, എനിക്ക് നാണക്കേടാണ് അച്ഛാ, എനിക്ക് നാണക്കേടാണ് അച്ഛാന്ന്. അപ്പോഴത്തേനും സ്കൂളിലൊക്കെ എത്തുന്ന പ്രായമായി അവന് പിള്ളേരൊക്കെ കളിയാക്കാനൊക്കെ തുടങ്ങി കാണും. എന്തായാലും ആ അച്ഛൻ പറഞ്ഞു കൊണ്ടുപോട്ടെ എന്ന് തോന്നും. അത് കഴിഞ്ഞൊരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ മകനും മുതലാളിയും കൂടെ വീണ്ടും ഈ കടയിൽ വന്നു. കടയിൽ വന്നപ്പോൾ അച്ഛൻ മേശയൊക്കെ തുടയ്ക്കുക. അപ്പോഴത്തേനും ഈ മനുഷ്യൻ ഓടാൻ തുടങ്ങിയപ്പോഴത്തേനും ഈ ചെറുക്കൻ അറിയാണ്ട് പെട്ടെന്ന് അച്ഛാന്ന് വിളിച്ചു പോയി. അപ്പോഴത്തേനും മുതലാളി ചോദിച്ചു, അത് ആരാന്ന് ചോദിച്ചു. അപ്പോൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ അച്ഛനാ, എനിക്ക് അച്ഛനിങ്ങനെ മുഷിഞ്ഞൊക്കെ നിൽക്കുമ്പോൾ എല്ലാവരും കൂട്ടുകാരൊക്കെ കളിയാക്കുന്നുണ്ടോ, ഞാൻ അച്ഛനില്ലെന്ന് പറഞ്ഞാൽ അതെൻ്റെ അച്ഛനാന്ന് തോന്നുന്നു. പക്ഷേ ഈ മുതലാളി കൊണ്ടുപോയി അവനെ നല്ല ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുത്ത്, ഷൂ ഒക്കെ മേടിച്ചു കൊടുത്ത്, ആ പെൺകൊച്ചിൻ്റെ കൂടെ നല്ല ഫുഡും ഒക്കെ കൊടുത്ത് നല്ല രീതിയിലല്ലേ 1-2 ആഴ്ച നിർത്തിയത്. അപ്പോഴത്തേനും ഇവന് മനസ്സിലായി അവിടെ നല്ല സുഖമല്ലേ. ഉടനെ ഈ അച്ഛൻ സ്വന്തം അച്ഛനടുത്ത് എന്നിട്ട് പറഞ്ഞു, മോൻ വിഷമിക്കൊന്നും വേണ്ട, മോൻ്റെ എനിക്ക് മനസ്സിലാവും, മോൻ അമ്മയുടെ സ്നേഹവും കിട്ടിയിട്ടില്ല, അച്ഛൻ്റെ സ്നേഹവും കിട്ടിയിട്ടില്ല, സാരമില്ല. അപ്പോഴത്തേനും മുതലാളി ചോദിക്കുമ്പോഴത്തേനും മുതലാളിയുടെ കാലിൽ അപ്പം പിടിച്ചിട്ട് പറയും, സാറെൻ്റെ മകനെ വളർത്തിക്കോ, പഠിപ്പിച്ചോ, സാറെടുത്തോ, എനിക്ക് വല്ലപ്പോഴും എന്നെ ഒന്ന് കാണാനായിട്ട് അനുവദിച്ചാൽ മതി, പിന്നെ ഞാൻ എവിടെയെങ്കിലും വീണ് കിടപ്പായാൽ എന്നെ സംരക്ഷിച്ചാൽ മതി,
ഈ മകൻ അതിന് മാത്രമുള്ള ഈ അനുവാദം എൻ്റെ മകന് കൊടുത്താൽ മതിയെന്ന്. അപ്പം മുതലാളി ശരി ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഈ മകനെയും കൂട്ടി പുള്ളിക്കും ഇച്ചിരി എന്താ പൈസയൊക്കെ കൊടുത്തിട്ട് മകനെ ഈ ചെറുക്കനെ കൂട്ടിക്കൊണ്ടങ്ങ് പോകും. എന്നിട്ട് ഇവൻ പഠിച്ച് നല്ല കാശുള്ള ഒരാളുടെ വീട്ടിലല്ലേ ചെന്നത്. പുള്ളി നല്ലതായിട്ട് പഠിപ്പിച്ച് ഈ അപ്പന് ചെറുതായിട്ട് കണ്ണും കാണാൻ വയ്യായിരുന്നു. സ്വന്തം അപ്പന ചെറിയ രീതിയിൽ അപ്പോഴൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ തപ്പിത്തടഞ്ഞൊക്കെ പോകുമ്പോഴും ഭയങ്കര വിഷമമായിരുന്നു ഇവന്. വിഷമമെന്ന് വെച്ചാൽ ഇതാണല്ലേ എൻ്റെ അപ്പൻ, കണ്ണ് കാണാൻ വയ്യാത്ത അപ്പൻ എന്നൊക്കെ ആയിരുന്നു ഇവന്. ആദ്യമൊക്കെ ഇവരെ കുഞ്ഞിലെ അവൻ അത്ര അറിയത്തില്ലായിരുന്നു. പക്ഷെ അറിവായപ്പോഴത്തേനും അപ്പനോ പ്രായമാകും തോറും കണ്ണിന് കാഴ്ച ഭയങ്കരമായിട്ട് കുറഞ്ഞും കൂടെ വന്നു. അപ്പോഴത്തേക്കും ഇവനാകെപ്പാടെ അപ്പനെ ഒട്ടും ഇഷ്ടമില്ലെന്നായി. അത് കഴിഞ്ഞ് ഈ മകനെ കൊണ്ടുപോയി ഈയിടെ ഉണ്ടല്ലോ അക്ബർ ചക്രവർത്തി എന്ന് ഞാൻ പേര് മാറി പറഞ്ഞില്ല, അലക്സാണ്ടർ ചക്രവർത്തി എന്ന് പറഞ്ഞു. ഇത് ഒരു പ്രാവശ്യം കേട്ട കഥയാവുമ്പോൾ അതിങ്ങനെ മനസ്സിൽ പിടിച്ചു വെച്ചിട്ട് നിങ്ങളോട് പറയുമ്പോൾ അവിടെ ഇവിടെ ചിലപ്പോൾ ഇച്ചിരിയൊക്കെ തെറ്റിപ്പോകട്ടെ, അതൊക്കെ നിങ്ങളെ ക്ഷമിച്ചേക്കാം. പക്ഷെ ഇതിനകത്തൊക്കെ ഓരോന്നിനകത്തും ഓരോ ജീവന്റെ തുടിപ്പ് പോണക്ക് ഓരോ ഇതുണ്ട് കേട്ടോ, ഓരോ മെസ്സേജ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് പറഞ്ഞത്. എന്നിട്ട് ഇവനെ പഠിപ്പിച്ച് ഇവനെ വലിയൊരു ഡോക്ടറാക്കി ഈ മനുഷ്യനെ. എന്നിട്ട് പിന്നെ ആയപ്പോഴത്തേനും ഇപ്പം ഈ പുള്ളിയെ കാണാൻ വരാതൊക്കെ ആയി. പുള്ളി കാരണവരപ്പടി അവശതയായി ലാസ്റ്റ് കടയുടെ ഏതെങ്കിലും ആരും കടകളിലൊന്നും പണിയൊന്നും കൊടുക്കത്തില്ലെന്നായി. പക്ഷെ ആ മറ്റേ മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ ആ പുള്ളിയുടെ പി എനെ വെച്ച് എന്തെങ്കിലും കാശൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെ ആയി. ആ പുള്ളിക്ക് ട്രാൻസ്ഫറായി, ഈ വളർത്താൻ കൊണ്ടുപോയ തന്തയ്ക്ക് ട്രാൻസ്ഫറായി. ആ പുള്ളി കുറേ ദൂര സ്ഥലത്തോട്ട് പോയി. അപ്പോൾ ഈ കാരണവരുടെ കാര്യങ്ങളും വിവരങ്ങളും ഒന്നും അറിയാണ്ടൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് എന്തോ ആ പുള്ളി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സഹായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു നീ സ്വന്തം അപ്പനെ. ഇങ്ങനെ ഒരു നല്ല മകനെ എനിക്ക് തന്ന വ്യക്തിയല്ലേ ഇതോർത്ത്. അത് കഴിഞ്ഞ് ഒരു ദിവസം ഈ മനുഷ്യൻ എന്നായിരുന്നറിയോ, മകനെ കാണണമെന്നോർത്ത് സങ്കടത്തിൽ ഒരു ലെറ്റർ അയച്ചു ഈ മകൻ്റെ അഡ്രസ്സിലോട്ട്. അപ്പോൾ മകൻ തിരിച്ച് അഡ്രസ്സ് അയച്ചു, ദയവ് ചെയ്ത് ഇനി എന്നെ ഇങ്ങനെ അപ്പനാണെന്നും പറഞ്ഞുകൊണ്ടുള്ള രീതിയിലൊന്നും, ഞാനിപ്പോൾ നല്ലൊരു ഹൈ പൊസിഷനിലാണ് ഇരിക്കുന്നത്, എന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കരുത്, ഉപദ്രവിക്കരുത്. ഞാൻ ഇത് കഴിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് നിന്നാൽ ശരിയാതില്ല, കഴിക്കൊണ്ട് എന്നിട്ട് പറയാം. അല്ല, ചായ ഇട്ട് വെച്ചേ, എന്നിട്ട് കുടിച്ചില്ല. അപ്പം ആ മനുഷ്യന് അങ്ങനെ മകൻ ലെറ്റർ എഴുതി, ഇനി ദൈവത്തെ ഓർത്ത് എന്നെ ഉപദ്രവിക്കരുത്, എനിക്ക് നല്ല നല്ല കല്യാണാലോചനകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്, ദൈവത്തെ ഓർത്ത് ഇങ്ങനൊരു അച്ഛനുണ്ടെന്ന് എനിക്ക് സമൂഹത്തിൽ പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് മേലെ ഇനി ഇങ്ങനെ എഴുത്തൊന്നും വായിക്കണ്ട, പിന്നെ വല്ല പൈസയോ വല്ല നക്കാപ്പിച്ചോ വേണമെങ്കിൽ ഞാൻ ആ ഹോട്ടലിൻ്റെ കാരൻ്റെ ഏൽപ്പിച്ചോളാം ആരെങ്കിലും വെച്ച് എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ ഈ എഴുത്ത് വായിച്ചപ്പോൾ അപ്പന് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. അപ്പന് ഒത്തിരി നേരം ഇരുന്നങ്ങ് കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്നാമത്തെ കണ്ണ് കാണാൻ വയ്യല്ലോ. അപ്പോൾ കരഞ്ഞ് കണ്ണിന് ഭയങ്കരമായിട്ട് ഇതായി, ഒട്ടും കാണത്തില്ലാത്ത അവസ്ഥയായി കണ്ണിന്. കരഞ്ഞ് സങ്കടം കൊണ്ട്. അപ്പം നമ്മുടെ ഓരോ മനുഷ്യരുടെ ഉള്ളിലെ വേദന അവനവനെ അറിയത്തുള്ളൂ, അവനവന് വരുമ്പോഴേ അറിയത്തുള്ളൂ. ആർക്ക് വേണേലും ആരെ വേണേലും ഉപദേശിക്കാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ അവനവന് ഒരു സ്വന്തം അവസ്ഥ വരുമ്പോഴേ ഓരോരുത്തരും പല രീതിയിൽ ഓരോ വേദനകൾ അനുഭവിക്കുന്നുണ്ട്, മനസ്സിലാകാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഈ കഥയൊക്കെ കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ഒരു ഗുണപാഠം തോന്നി. അതാ ഞാൻ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നത്തത് കേട്ടോ. എന്നിട്ട് ഈ മനുഷ്യൻ ഒത്തിരി നേരം കടന്ന് കരഞ്ഞ് പുള്ളിക്ക് പിറ്റേ ദിവസമായപ്പോഴത്തേനും ഭയങ്കര പനിയും കാര്യങ്ങളും ഒക്കെ ആയി, എണീക്കാൻ വയ്യാത്ത അവസ്ഥയായി. കടത്തുള്ളിൽ തന്നെ 2-3 ദിവസം തളർന്നു കൂട്ടി അവിടെ കിടന്നു കഴിഞ്ഞിട്ട് പിന്നെ ഈ മനുഷ്യൻ അതിലെ സ്കൂളിൽ പോകുന്ന ഒരു ചെറുക്കൻ കോച്ചിനോട് പറഞ്ഞു, മോനെ നീ എനിക്കൊരു പേപ്പറും പേനായും തന്ന് ഞാൻ പറയും, നീ എനിക്കൊന്ന് എഴുതി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കോച്ച് പറഞ്ഞു എഴുതി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പേപ്പറും പേനായും എടുത്തിട്ട് അപ്പോഴത്തേക്ക് ആ സമയം കൊണ്ട് ഈ പുള്ളിയുടെ ഈ മകൻ്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞതും കല്യാണം നടത്തിയതും ഒന്നും ഈ അച്ഛൻ അറിയത്തില്ല. ഡോക്ടറൊക്കെ ആയി ജോലിയൊക്കെ കിട്ടി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും കല്യാണമൊക്കെ നടത്തി. അപ്പോൾ കല്യാണം നടത്താൻ സമയത്ത് ഈ മകനോട് ചോദിച്ചു അച്ഛനെ വിളിക്കണ്ടേന്ന്. വളർത്തിയ അച്ഛൻ ചോദിച്ചു, പറഞ്ഞു ആ പുള്ളി എപ്പോഴേ മരിച്ചുപോയി, അതന്ന് ഞങ്ങൾ ഇന്നാളെ അതിലെ പോയപ്പോൾ അറിഞ്ഞായിരുന്നു, പുള്ളി മരിച്ചു കഴിഞ്ഞ് 10-20 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞത്. പിന്നെ നമുക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ പോകാഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ആ നല്ലവനായ മനുഷ്യനെ അത് വിശ്വസിച്ചു. എന്നിട്ട് ഇവനെ നല്ലൊരു ഡോക്ടർ പെണ്ണിനെ കൊണ്ട് തന്നെ കെട്ടിച്ചു. ഇവർ നല്ല ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക.
അപ്പോൾ അപ്പോൾ അപ്പനിങ്ങനെ മരണത്തിൻ്റെ ഒരു വക്കിലെത്തി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഈ അപ്പൻ എന്നെ ചെയ്തു, സ്കൂളിൽ പഠിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിനെ കണ്ടപ്പോൾ അവനോട് പറഞ്ഞു, മോനെ ഒന്ന് ഒരു എഴുത്തെഴുതി തരാമോ, ഞാൻ പറയുന്ന മോണൊക്കെ, നീ എഴുത്തെന്നല്ല ഞാൻ പറയുന്ന മോണൊക്കെ നീ എഴുതി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എഴുതാനായിട്ട് ഇരുന്ന് ഈ അപ്പം പറഞ്ഞു കൊടുത്തത് എന്നാണെന്നറിയോ? അത് ലാസ്റ്റ് പറയാം. എന്നിട്ട് ഒരു എഴുത്തെഴുതിച്ച് ഈ പോക്കറ്റിൽ വെച്ചിരുന്നു. അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഒരു വലിയ കടയുടെ ചുരുണ്ട് കൂടി കിടന്ന് അവിടെ കിടന്ന് മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനെ എവിടുത്തെ എന്നാന്നൊക്കെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ അപ്പനാണ്, ഡോക്ടർ ഇന്ന സ്ഥലത്താണ്, പുള്ളീനെ ഒരു നല്ലവനായ മനുഷ്യൻ കൊണ്ടുപോയി വളർത്തി പഠിപ്പിച്ച് ഡോക്ടറാക്കി, വേറെ ആരും ഈ മനുഷ്യനില്ല, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഈ വഴിയിലൊക്കെ മരിച്ചു കിടന്നാലും സ്വന്തം മക്കളുണ്ടെങ്കിൽ സ്വന്തം മക്കൾ പറഞ്ഞാൽ, സ്വന്തം കെട്ടിയുണ്ടെങ്കിൽ സ്വന്തം കെട്ടിയെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം ലീഗലി നീ കഴിഞ്ഞപ്പോഴത്തേനും ഈ മകൻ വരേണ്ടി വന്നു. അപ്പോൾ അവിടെ നിന്ന് എടുത്ത് മാറ്റി അടക്കം ചെയ്യണമെങ്കിൽ മകൻ്റെ ഇത് ആവശ്യം വന്നു. അപ്പം മകൻ വന്നു കഴിഞ്ഞപ്പം അപ്പനെ ഇതൊക്കെ എടുത്ത് മാറ്റാനായിട്ട്, ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഇതൊക്കെ ചെയ്യാനായിട്ട് നോക്കി. അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യാനായിട്ട് നോക്കിയ സമയത്ത് ഈ പുള്ളിയുടെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പർ കിട്ടി. പേപ്പർ എടുത്ത് ഈ മകൻ്റെ കൊടുത്തു. അല്ല, പേപ്പർ ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറും അറ്റൻഡറും ഒക്കെ ഇതെന്നാന്ന് അറിയാനായിട്ട് ഇങ്ങനെ വായിച്ചു നോക്കിയപ്പം അവരുടെ കണ്ണിൽ കൂടെ അറിയാണ്ട് കണ്ണ് നിറഞ്ഞൊഴുകി. അപ്പോഴത്തേക്കും മറ്റേ പുള്ളി സ്വന്തം മകൻ വലിയ ഡോക്ടറല്ലേ. അപ്പോഴത്തേനും ആ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, ദേ ഇത് താങ്കൾക്കുള്ളത്, ഇതൊന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. ഇതൊന്ന് വായിച്ചു നോക്കി, ഇത് നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും വായിച്ചു നോക്കിയത് എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നതെന്നറിയോ? മോനെ, ഒരു പ്രാവശ്യം നിന്നെ തപ്പി നിൻ്റെ വളർത്തച്ഛൻ്റെ വീട്ടിൽ വന്നപ്പം നീ അവരാരും കാണാതെ എന്നെ ആക്ഷേപിച്ച് പൊട്ടക്കണ്ണ ഇറങ്ങിപ്പോന്ന് പറഞ്ഞതിലൊന്നും എനിക്ക് സങ്കടമില്ല, വിഷമമൊന്നും ഇല്ല മോനെ, എനിക്ക് തുള്ളി പോലും വിഷമമില്ല. പിന്നെ നിൻ്റെ കല്യാണം കഴിഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞു, കല്യാണം വിളിക്കാത്തതിലും എനിക്ക് വിഷമമൊന്നുമില്ല. ഇപ്പം നീ നല്ലൊരു ഡോക്ടറല്ലേ, നീ നല്ലതായിട്ട് ജീവിക്കണം, നിനക്ക് നല്ല മക്കളൊക്കെ ഉണ്ടാവട്ടെ. പിന്നെ നീ പല പ്രാവശ്യവും പൊട്ടക്കണ്ണ നിന്നെ വിളിച്ചില്ലേ, അതിൻ്റെ കാരണം എന്താന്ന് ഞാൻ മോനോട് പറയട്ടെ. മോൻ്റെ അമ്മ ആയിട്ടിരുന്നപ്പം അവൾക്ക് ഒത്തിരി രോഗങ്ങൾ വന്നിട്ടാണ്, നമുക്ക് ഒരു കുഞ്ഞു വീടൊക്കെ ഉണ്ടായിരുന്ന, ആ വീടൊക്കെ വിറ്റത് നിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാണ്ട് നിന്നെ വയറ്റിലായപ്പം മുതൽ ഒത്തിരി കാശ് ചിലവാക്കേണ്ടി വന്നു. അപ്പം നിനക്ക് വേണ്ടിയിട്ടാണ് ആ വീടൊക്കെ പോയത്. പിന്നെ നീ കുഞ്ഞായിരുന്നപ്പം, നീ ഭൂമിയിലോട്ട് വന്നപ്പം നിൻ്റെ അമ്മ ഈ ഭൂമിയിൽ നിന്ന് പോയി, നിന്നെ ഇച്ചിരി ഇല്ലാത്ത കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നിട്ട് നിൻ്റെ അമ്മ പോയി. പിന്നെ എന്നായിരുന്നു, അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം നീ ഒരു വികൃതി കുട്ടനായിരുന്നു, പറ്റി. അങ്ങനെ നിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി മോനെ. നീ കുഞ്ഞായിരുന്നു, പക്ഷെ നിനക്ക് ഒത്തിരി നല്ല കാഴ്ചകളും കാണേണ്ടതല്ലേ ഈ ഭൂമിയിൽ. അതുകൊണ്ട് അപ്പം ഞാൻ എൻ്റെ കണ്ണാണ് നിനക്ക് തന്നത്. പിന്നെ ഒരു ചെറിയ നേരിയ കാഴ്ച ഉള്ളത് വെച്ചാണ് നിന്നെ ഞാൻ വളർത്തിയത്. അങ്ങനെയാ മോനെ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. മോൻ വിഷമിക്കൊന്നും വേണ്ട, മോൻ നന്നായിട്ട് ജീവിക്കണം, മോൻ നല്ല രീതിയിൽ ജീവിക്കണം. എനിക്ക് വിഷമമൊന്നുമില്ല, മോൻ എന്നെ പൊട്ടക്കണ്ണാന്ന് വിളിച്ചതിൽ വിഷമമൊന്നുമില്ല. പിന്നെ ഈ ലെറ്റർ ഈ പേപ്പർ നിൻ്റെ കയ്യിൽ എപ്പോൾ കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല, നിൻ്റെ കയ്യിൽ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാനിത് പോക്കറ്റിൽ വെക്കുന്നത് എന്ന് നിൻ്റെ സ്വന്തം അച്ഛൻ. ശരിക്കും ഇത് കേട്ടപ്പോൾ അവിടെ ഇരുന്ന് എല്ലാവരും കരഞ്ഞതേ. അപ്പം സത്യം പറഞ്ഞാണല്ലോ, ആ ലെറ്റർ വായിച്ചപ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിൽ എന്നാ തോന്നി കാണും. വലിയ ഡോക്ടറൊക്കെയാണ്. തിരിച്ച് വീട്ടിൽ ചെന്നപ്പം പ്രഗ്നൻ്റ് ആയിരുന്ന ഭാര്യയ്ക്ക് എന്തോ കാണിച്ച് അബോർഷനായിപ്പോയി. മറ്റുള്ള ഡോക്ടർമാർ വിധി എഴുതി ഇനി ഈ ലേഡിക്ക് ഗർഭധാരണം ധരിക്കാനുള്ള ശേഷിയില്ല. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയ ദൈവം പ്രവർത്തിച്ചേനെ. നമുക്കൊരു മക്കളെ തന്ന എന്നാ പറയുന്നത്, അതിന് സാരം ആ ഡോക്ടർ പറയായിരുന്നു, നമ്മൾ നല്ല രീതിയിൽ നമുക്കാകാൻ പറ്റുന്ന രീതിയിൽ നമ്മളവരെ സംരക്ഷിച്ചു. പക്ഷേ നമ്മളെ സംരക്ഷിക്കാത്ത അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണ് നിറയ്ക്കുന്നവരെവിടെയെങ്കിലും നന്നായി കണ്ടിട്ടുണ്ടോ? ഒരിക്കലും നന്നാകത്തില്ല. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ഈ പോകുന്ന സ്ഥലത്ത് എത്ര വയസ്സുള്ളവരെ എന്നാലും അമ്മ അച്ഛൻ എന്നാണ് അവർ സംബോധന ചെയ്യുന്നത്. ആ സാർ ഉൾപ്പെടെ എല്ലാവരെയും എന്നെ അവരെ അമ്മ അച്ഛൻ എന്നാണ് പറയുന്നത്.
അപ്പം അമ്മ അച്ഛൻ എന്ന് പറയുന്നത് ഒരു പുരുഷന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മഹത്തായ സാറ് അങ്കിൾ അങ്ങനെയൊക്കെ എന്തൊക്കെ പേര് പറയാമെന്ന് പറഞ്ഞാലും അച്ഛൻ എന്ന് പറയുന്നത് അത്രയും വരികയില്ല. അതുപോലെ തന്നെ അമ്മ എന്ന് പറയുന്നത് അത്രയും വരികയില്ല. അപ്പം എപ്പോഴും നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരെ നമ്മളെ കാണാൻ സൗന്ദര്യമില്ല, അല്ലെ അങ്ങനെയില്ല ഇങ്ങനെയില്ല, PTA കൊണ്ടുപോകാൻ കൊള്ളത്തില്ല, അയ്യോ അങ്ങനെയാണ്, ഇപ്പം ഇത് പൊട്ടക്കണ്ണ ആ മോന് കണ്ണു കൊടുത്തല്ലേ ആ അച്ഛൻ. അപ്പം അങ്ങനെ ഒരു മനുഷ്യര് കാരണവന്മാരെ നമ്മൾ വിഷമിപ്പിക്കരുതെന്ന്. അപ്പം എങ്ങനെയുണ്ട് ഇന്നത്തെ സ്റ്റോറി? നല്ല ഇതായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഒത്തിരിയും പ്രായമുള്ളവരാണ്, പിള്ളേർ കുറച്ച് പിള്ളേരും ഉണ്ട്, എന്നെപ്പോണൊക്കെയുള്ള പ്രായക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പം എല്ലാവരുടെയും ഞാൻ ഇങ്ങനെ കഥ കേൾക്കുമ്പോൾ എനിക്ക് അറിയാണ്ട് ഇങ്ങനത്തെ കഥകളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞോളൂ. സത്യമായിട്ടും കേട്ടോ, ഹൃദയമുള്ളവരെ കണ്ണ് നിറയും. അതും അഭിനയമാ എന്ന് പറയാം പലർക്കും. വരണം, അവനവൻ അനുഭവിക്കണം ഓരോന്നിൻ്റെയും കാഠിന്യം എന്തേരം ഉണ്ടെന്ന് അറിയണമെങ്കിൽ. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെയുള്ള സ്റ്റോറികളും കാര്യങ്ങളും സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെ ശ്രവിച്ച് ഇങ്ങനെ ഓരോ അറിവിൻ്റെ ഓരോ കാര്യങ്ങളും ശ്രവിച്ച് നല്ലൊരു സമാധാനപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് ഇപ്പം ഞാൻ പോകുന്നത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന എവിടെയാണോ, അല്ലെ നമുക്കൊരു നന്മ കിട്ടുന്ന എവിടെയാണോ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ തേടി പിടിച്ച് സന്തോഷവും സമാധാനവും ഒക്കെ നമ്മൾ തന്നെ കണ്ടെത്തണമെന്ന് എപ്പോഴും പറയാറില്ലേ. അപ്പം അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു മുമ്പോട്ടേക്ക്. അപ്പം ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൊണ്ട് ഒന്ന് ഇടിച്ചു ഓടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും കൈ കപ്പ കേട്ടോ.